ഹലോ, എന്തെല്ലാവരും വിശേഷം? സുഖമാണോ? ഞങ്ങളവിടെയൊക്കെ ഇന്നലെ നല്ല മഴയാട്ടോ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഇവിടെ വണ്ടൂർ ഈ ഭാഗത്ത്, പാണ്ടിക്കാട് ഈ ഭാഗത്തൊക്കെ ഇന്നലെ നല്ല മഴ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളിത് വണ്ടൂരിൻ്റെ നടുവിലായ ഒരു സ്ഥലമാണ് 28 എന്ന് പറയും, വെള്ളിയറമ്പ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇന്നലെ നല്ല മഴയായിരുന്നു. ഷിബജി ഇന്നലെ പേടിച്ചോ മഴ ചെയ്തിട്ട് കിട്ടിയിട്ട്? വന്നു അപ്പോൾ കേട്ടങ്ങൾ മഴയത്ത് കളിക്കാൻ പോകുന്ന ഇങ്ങനെ നോക്കിയിട്ടോ. ഞാനിങ്ങനെ വോയിസ് കൊടുത്തപ്പോൾ നമ്മുടെ ഷിബുണ്ട് നമ്മളെ അടുത്ത് വന്ന് നിൽക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറയണം അവനോട്, ഇന്നലെ മഴയത്ത് മഴ ചെയ്തപ്പോൾ പേടിച്ചാൽ ഇടിണ്ടായിരുന്നേ. അപ്പം ഷിബുവിൻ്റെ വീട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മാളുത്താത്താൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ ഷിബു. ആ കാണുന്നതാണ് അവൻ്റെ വീട്. പിന്നെ ഇന്നലെ മഴ ചെയ്ത സമയത്തൊക്കെ ഓരൊക്കെ എല്ലാവരും അകത്തായിരുന്നു. നിങ്ങൾ ഉറങ്ങിയെന്ന് ഇന്നലെ മഴ ചെയ്തപ്പോൾ? ഓന് ഗൈസ് ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവന് സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. ഒരു സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇന്നലെ സൈക്കിൾ കൊടുന്നപ്പോൾ തന്നെ ഓനെന്താട്ടിക്കണ്, പെട്ടി കൊണ്ടാൻ നേരം ഉണ്ടായില്ല. അപ്പോഴേക്ക് പെട്ടിയൊക്കെ വാങ്ങി വീട്ടുകാർ വരുന്നുള്ള സമയമൊന്നും കൊടുത്തില്ല. അപ്പോഴേക്ക് ഓനെന്താട്ടി പെട്ടിയൊക്കെ പൊളിച്ച് ഒക്കെ റെഡിയാക്കിയിരിക്കണ് സൈക്കിളൊക്കെ. പിന്നെ ഒക്കെ ഫിറ്റ് ചെയ്യാനായിരുന്നല്ലേ ശിവ? അതാരും ഫിറ്റ് ചെയ്ത്? ചക്കറൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഷിബുവിന് സൈക്കിള് കിട്ടി, ആദിക്കും കിട്ടിയിട്ടുണ്ട് സൈക്കിൾ. ഇനി പാറൂസിന് വാങ്ങണം, കുറച്ച് കഴിഞ്ഞിട്ട് വേണം വാങ്ങാൻ. അപ്പം അങ്ങനെ ഒച്ചണ്ടാക്കണ്ട, ചാരും അവിടെ ഉറങ്ങട്ടെ. ഇങ്ങോട്ട് പോരും, ആദ്യം ഇങ്ങോട്ട് പോര്. അപ്പം ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ വോയിസ് റെക്കോർഡ് കൊടുക്കാൻ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഷിബുവിനെ കണ്ടപ്പോൾ ഓനോടും അതിൻ്റെ ഇടയിൽ കൂടെ വർത്താനം പറയാം കേട്ടോ. അപ്പം ഇന്നലെ നല്ല മഴ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ചൊല്ലുണ്ട് കേട്ടോ, ചാത്തൻ കൊണ്ടുവരും താല്പര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും മഴ എന്നാണ്. അത്രയും കാലം വെയിലാണെങ്കിലും അത്രയും ദിവസം വെയിലാണെങ്കിലും ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ ഉണ്ടാവും. പിന്നെ പറങ്കാങ്ങി വണ്ടികളൊക്കെ ഉണ്ടല്ലോ, കശുവണ്ടിയൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് വേഗം വിൽക്കണം, ഇല്ലെങ്കിൽ അതൊക്കെ മുളച്ച് പോകും എന്നൊക്കെ എന്നെ പറയണ കേൾക്കാം. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പഴയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയണേക്കാം. അപ്പം അങ്ങനെയാണ് മഴ. ഇപ്പോൾ താല്പര്യം കഴിയണതിന് മുന്നേ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തുടങ്ങിയിരുന്നു. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഭയങ്കര ശക്തമായിട്ട് മഴയാണ്. നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലും ഉണ്ട്. വേനൽക്കാലത്ത് ഇവിടെ ഇന്നലെ ഉണ്ടായില്ലല്ലോ ഇടി, മിനിഞ്ഞാന്ന് ഇടി പൊട്ടിയില്ലേ? ഇന്നലെ പൊട്ടിയായിരുന്നു. അപ്പോൾ ജി എവിടെയായിരുന്നു ഇടി പൊട്ടിയപ്പോൾ? അപ്പോൾ സൈക്കിൾ ഓട്ടുമ്പോൾ ഒരു അന്തമില്ല, ഇടിയും പൊട്ടണം കേട്ടുള്ള ഒന്നുമില്ല. മഴ ചെയ്ത് അറിഞ്ഞു ജി? അപ്പം അങ്ങനെ കേസ് ഇന്നലത്തെ കാറ്റും മഴയും ചെറുതായിട്ട് ഇടി പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. മഴ ചെയ്താലും വേണ്ടില്ല, ഇടി പൊട്ടാൻ തന്നാൽ മതി എന്നുള്ള പ്രാർത്ഥനകൾ. കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയായിട്ടോ ഇടിയൊക്കെ, ഇടിമിന്നലും ഇടിയൊക്കെ ആർക്കാ പേടിയില്ലാത്തല്ലേ. അപ്പം അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രി സമയത്ത് കിടക്കാനും തന്നെ നല്ല സുഖമാണ്, മഴ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കിടക്കാൻ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലായിടത്തും ചൂടാണ്. ഇവിടെയും നല്ല ചൂടാണ്. ഇവിടെ ഒരു മൊട്ടക്കുന്നാണ് ഞങ്ങളൊരു സ്ഥലം, പച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ നല്ല ഉച്ചയിൽ ഉദിക്കുന്ന സൂര്യൻ വന്നിട്ട് നേരെ തലമുറത്ത് വാർപ്പിൻ്റെ മേലെ സൂര്യൻ വന്ന് ഉദിക്കുമ്പോൾ നല്ല ചൂടല്ലേ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കേമനാൾ അടുത്തിട്ട് തുടങ്ങിയിട്ടുണ്ടാവും തോന്നുന്നു, കാരണം അത്രയും ചൂടാണ്. പിന്നെ പ്രകൃതി തന്നെ ചൂഷണം ചെയ്തതുകൊണ്ട് തന്നെ തിരിച്ചും പ്രകൃതി ചൂഷിക്കൽ തുടങ്ങിയിട്ടുണ്ടല്ലോ മനുഷ്യന്മാരെ. ഈ ഒരു മഴയ്ക്ക് എന്ത് ദുരന്തം ഉണ്ടാവാൻ പോകുന്നതെന്നറിയില്ല. ഒരു ദുരന്തവും ഇല്ലാതെ എല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയും, പ്രകൃതിക്ക് വേണ്ടി നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. പക്ഷെ ഇപ്പം നട്ടുപിടിപ്പിച്ചിട്ട് കാര്യമില്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പം നട്ടുപിടിപ്പിച്ച് അടുത്ത തലമുറകൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു തലമുറയെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കുക. മരം ഒരു വരം. കാരണം ഇപ്പോൾ കുഴിച്ചിട്ട് ഒരു 10-15 കൊല്ലമാകുമ്പോഴേക്കും നമുക്ക് തിന്നാം, അടിച്ചാൽ പൊളിച്ച് വാങ്ങാം. നല്ല മഴയുണ്ട് ഇവിടെ, അവിടെ മഴ പെയ്യാറുണ്ടോ, എങ്ങനെ കാണാറുണ്ടോ? ഇതാണ് എൻ്റെ വലിയ പുത്രേ.
മുത്ര, ഇത് രണ്ടാം മുത്രി. സാറോ അവനെ കൊന്നു ഞാനടിക്കാൻ കാവിലെ പെണ്ണിലാവേ പിച്ചത് പൂക്കൊണ്ട് നാം ചേർക്കുമ്പോൾ ഹലോ. അപ്പം നമുക്ക് അമ്മമാർക്കൊക്കെ രാവിലത്തെ കിട്ടുന്ന ഒരു എട്ടിൻ്റെ പണിയാണ് ഈ ഒരു പരിപാടി അല്ലേ. എണീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ കിടക്കേൻ്റെയും ഇതിൻ്റെയൊക്കെ കോലം ഇവിടെ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എണീറ്റ് പോയാലും അല്ലെങ്കിലൊക്കെ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും അതേപോലെ ഇതിലാങ്കാട്ടും വൃത്തികേടാക്കി കേട്ടോ. ചിലപ്പോൾ വിരിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും, ഇപ്പോൾ വിരി ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു കിടക്കാൻ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ഉള്ള അഞ്ചടീൻ്റെ കട്ടിയിൽ അത്രയല്ല, അഞ്ചടിയാണ് കുറച്ച് കൂടുതലാണ് കിടക്കുകയും കട്ടിലും. അപ്പം ഈ ഒരു കട്ടിലിൻ്റെ വിരിക്ക് കുറച്ച് ഇത് കുറവായിട്ട് വീതി കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് രാവിലെ തന്നെ അമ്മക്കുള്ളൊരു പരിപാടി കേട്ടോ. അമ്മ ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ വൃത്തിയാക്കേണ്ട കാര്യം നമ്മളത് കടമയായതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് കിടക്കിയതൊക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരുന്ന സമയത്താവും ചിലപ്പോൾ വൃത്തിയായിട്ട് കിടക്കുക. പക്ഷേ ഇവിടെ എത്ര വൃത്തിയാക്കിയാലും ആരെങ്കിലും കയറി വരുന്ന സമയത്ത് കിടക്കേണ്ട വീതിയൊക്കെ നോക്കിയാൽ തന്നെ ആക്കി കുറവാവും കേട്ടോ. മടിയാണ്. കാരണം പിന്നെ അമ്മയൊക്കെ പറയും ഇവിടെ എത്ര വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ പറയും എന്താ അത് വൃത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം പറയും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഇത് കുട്ടികളുള്ള പെരയിൽ ഇങ്ങനെ തന്നെയാവും, അതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, നമ്മുടെ ഡ്യൂട്ടി വീണ്ടും തുടങ്ങിയാണ്. ഞാൻ ആദ്യം ഇതിന്ന് വലിച്ചിട്ടാണ്ട് വൃത്തിയാകാൻ പറ്റും വിചാരിച്ചു. പിന്നെ അങ്ങനെ അടിയിട്ട് കാര്യമില്ല, ഒന്നുകൂടി തട്ടിക്കൂട്ടി വൃത്തിയാക്കാൻ നിറച്ചും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ പരിപാടി നേരെ മൊത്തം ചാടികളിയല്ലേ പരിപാടി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് കിടക്കൊക്കെ ഒന്ന് വലിച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടി വീരിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഇതേപോലെ അങ്ങനെ ശരിയാക്കി. അപ്പോൾ കിടക്ക വിരി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ശീലമുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്നില്ലേ. എന്താ ചെയ്യുക, കുട്ടികളെ പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാലും ഇതൊക്കെ ഇപ്പം തന്നെ ഇനി വേഗം വൃത്തിയേടാക്കും കേട്ടോ. പറഞ്ഞില്ലേ കുറച്ച് വിരിൻ്റെ വലിപ്പം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഈ സാരീൻ്റെ ഉണ്ടായിരുന്നു, അമ്മേൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാരി എടുത്തിട്ട് ഇങ്ങനെ വിരിക്കാറാട്ടോ. അതേപോലെ ഇങ്ങനെ വിരിക്കാറാണ് പണി. പിന്നെ ഇതിലേറെ വലിയ കിടക്ക വിരിയൊക്കെ ഉണ്ട്, അതൊക്കെ കീറി പറ്റ പോയിക്കണേ. അതൊക്കെ കിടക്ക വിരി വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഇതേപോലെ ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഐഡിയ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് പരിപാടി. കിടക്ക കണ്ട് വിരിച്ചിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ ഇനിയിപ്പോൾ ഈ ഒരു വൃത്തിയാക്കൽ കുറച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. നല്ലൊന്ന് ആക്കി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം. ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു.